ഹലോ ഗീസ്, അപ്പോൾ ടോക്സ് ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗീസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് 2 കാറിലൊക്കെയാണ് എയർപോർട്ട് ആയിക്കോട്ടെ കാറിലൊക്കെ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പം കുറച്ച് ഇങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് ഗീസ്. നോക്കുവാണെങ്കിൽ ഇപ്പോൾ ATM നമുക്ക് 6000 സംതിങ് രൂപ കാറിലൊക്കെ എടുക്കാം ഗീസ്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് അപ്ഗ്രേഡിങ് കാറിലൊക്കെ ചെയ്യണം ഗീസ്. ഇവിടെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം അപ്ഗ്രേഡിങ് കാറൊക്കെ ചെയ്യാൻ കിടപ്പുണ്ട് ഗീസ്. എന്തായാലും നോക്കുവാണെങ്കിൽ നമ്മളാണെങ്കിൽ ഗീസിൽ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നൈസ്ലി സെക്യൂരിറ്റി ആകണമെന്നാണ്. സെക്യൂരിറ്റി ഇവിടെ നമ്മൾ ചെക്കപ്പ് ചെയ്തിട്ടില്ല ഗീസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ അത്യാവശ്യം പണി എടുക്കണം. എന്തായാലും ഇവിടുന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തായാലും ഇവിടെ അപ്ഗ്രേഡ് ചെയ്യണം ഗീസ്. എന്തായാലും ഇവിടെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഗീസ്. ഇവിടെയാണെങ്കിൽ ഒരു 500 രൂപ കൊടുത്ത് സംതിങ് നമുക്ക് നല്ല ലഗേജും കാറിലൊക്കെ ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. നല്ല ആൾക്കാരൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഗീസ്. അവിടെ ലോങ്ങിലാണെങ്കിൽ ഇനി കുറച്ച് പരിപാടിയും കാറിലൊക്കെ ഉണ്ട് ഗീസ്. അപ്പോൾ ഇനി ലോങ്ങിലാണെങ്കിൽ നമുക്ക് ചെന്ന് നോക്കാം എന്തോ സംഭവം എന്ന്. ഓക്കെ, ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്യണം. ഓക്കെ, അത് സെറ്റ് ചെയ്ത് എന്തായാലും ഇവിടെ നമുക്ക് പൈസ കൊടുക്കേണ്ടതൊക്കെ അത്യാവശ്യം കൊടുക്കാം ഗീസ്. എന്തായാലും ഇവിടെ നല്ലപോലെ ചെയ്യണമല്ല, എന്നാലേ നമുക്ക് ഇവിടെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അവിടെ നിന്ന് ഫ്ലൈറ്റും കാറിലൊക്കെ പോകുന്നുണ്ട്. ഓക്കെ ഗീസ്, ഇവിടെ എന്തായാലും നമുക്ക് ബോർഡിങ് ഫ്ലൈറ്റിൻ്റെ കാറിലൊക്കെ എല്ലാം ഇത് കൊടുത്തിട്ടുണ്ട് ഗീസ്. ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യണമെന്ന് ആലോചിക്കുക ഗീസ്. എന്തായാലും ഇവിടെ എല്ലാം അപ്ഗ്രേഡ് ചെയ്തെന്ന് തോന്നുന്നു. അത്യാവശ്യം ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത കൊടുത്ത് നോക്കാം ഗീസ്. എന്തായാലും ഇവിടെ ഉള്ള നമ്മൾ അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. എന്താ ഗീസ്, നെറ്റ് ഇച്ചിരി സ്ലോ ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗീസ്. നെറ്റ് കുറച്ച് സീനായതുകൊണ്ടാണ്. അതിപ്പം എക്സ്പാൻഡ് ആകും ഗീസ്, മേടിക്കേണ്ട. ഓക്കെ, നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പം എക്സ്പാൻഡ് ആവാൻ ഇരിക്കത്തില്ല ഗീസ്, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെയാണെങ്കിൽ 6K സംതിങ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇവിടെയാണെങ്കിൽ എന്താ ഗൈസ് എക്സ്പാൻഡ് ആവാത്തത്. ഷോമി കൊടുത്ത് നോക്കാം ഗൈസ്. ഓക്കെ, ഷോമി നമ്മൾ കൊടുത്ത് റീകണക്ട് ചെയ്യാൻ കാണിക്കുന്നത്. ചെറിയതായിട്ട് നെറ്റ് സ്ലോ ആയി, അതാണ്, വേറൊന്നുമല്ല. ഓക്കെ, ഇത് നമുക്ക് റീകണക്ട് ചെയ്ത് നോക്കാം ഗൈസ്. ചെറിയൊരു പണി കിട്ടിയാണ് ഗൈസ്. എന്തായാലും നെറ്റും കാറിലൊക്കെ സ്ലോ ആയതാണ്, അത് നോക്കണ്ട ഗൈസ്. എന്തായാലും അത്യാവശ്യം എല്ലാം ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ മതി. ചെറിയൊരു പണി കിട്ടിയാണ് ഗൈസ്, അത് സീനൊന്നുമില്ല. എന്തായാലും നോക്കുവാണെങ്കിൽ നമ്മളാണെങ്കിൽ നൈസിൽ ചെയ്യുവാണ്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അത് നെറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ വരുന്നത് റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ചെയ്യേണ്ട കാര്യമൊക്കെ നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാം ഗൈസ്. ഓക്കെ, ഇവിടെ എന്തായാലും ആൾക്കാരെ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, നമുക്കിനി ചെയ്യാൻ പറ്റുന്നതൊക്കെ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യാം ഗൈസ്. ഹെൽപ്പ് ഡെസ്ക്, വാള് എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യും ഇപ്പം തന്നെ. ഓക്കെ, ഐസ്ക്രീം സ്റ്റാൻഡ് ഇവിടെ സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, എന്തായാലും ഇപ്പം നമ്മുടെ കയ്യിൽ എന്തായാലും പൈസ എല്ലാം പെട്ടെന്ന് തീർന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഒന്നും കയ്യിലില്ല, പെട്ടെന്ന് തീർന്നു പോയി, എന്ത് ചെയ്യാനാ. ഓക്കെ, ഇനിയിപ്പോൾ ലോങ്ങിൽ അവിടെ എന്തോ ചെയ്യാൻ കിടപ്പുണ്ട് ഗൈസ്. ഇനി അവിടെ പോയി നമുക്ക് ചെയ്യണം. ഫ്രണ്ടിൽ എന്തൊക്കെയോ ചെയ്യാൻ കിടപ്പുണ്ട്. ഓക്കെ, നല്ല പണിയാണ് ഗൈസ്. ഓക്കെ, ഇവിടെ പാർക്കിങ്ങും കാറിൽ കുറച്ച് പരിപാടീസ് നമുക്ക് സെറ്റ് ചെയ്യാൻ കിടപ്പുണ്ട്. ഇതൊന്നും ചെയ്തില്ല ഗൈസ്. അതാണ് ഇവിടെ പൈസ കണ്ടിട്ട് നമ്മൾ ചെയ്യാൻ മറന്നുപോയി, അതാണ് ഗൈസ് പറ്റിപ്പോയത്. നമുക്ക് നോക്കാം. കുറേ പണി കിടപ്പുണ്ട്, എന്താ അറിയില്ല, എന്തോരം പണി കിടപ്പുണ്ടെന്നറിയാം ചെയ്യാനായിട്ട് ഗൈസ്. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ചെയ്യുന്നത് ഇവിടെയും കുറേ ഫൗണ്ടേഷനും കാരണം എല്ലാം സെറ്റ് ചെയ്യണം ഗൈസ്. എല്ലാം നമുക്ക് പയ്യെ സെറ്റ് ചെയ്യാം, അത് നോക്കണ്ട. എന്തായാലും നമുക്ക് അവിടെയും കാറിലൊക്കെ നൈസിൽ കുറേ പണി കിടപ്പുണ്ട്, അത് ചെയ്യാൻ നൈസിൽ. ഓക്കെ, ട്രാഷ് എന്തായാലും ക്ലീൻ ചെയ്യണം. ഓക്കെ, അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സെൻഡ് ചെയ്യാൻ നൈസ്. ഇവിടെ കുറേ പരിപാടി കിടപ്പുണ്ട് ഗൈസ്. ഇനി ലഗേജ് ബെൽറ്റ് ഇവിടെ സെറ്റ് ആക്കണം, അതാണെന്ന് തോന്നുന്നു ഗൈസ് മെയിൻ. ഓക്കെ, ലഗേജ് ബെൽറ്റ് ഇവിടെ പണിഞ്ഞ് ലൈറ്റ് ബാറ് അത്യാവശ്യം എല്ലാം പണിയേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം തന്നെ പണിയാം ഗൈസ്. ഓക്കെ, വാള് സെറ്റ് ചെയ്ത് ഇതെന്താ ഗൈസ്, എന്തായാലും സംഭവം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ ക്യാഷില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് നമ്മൾ അത്യാവശ്യം അപ്ഗ്രേഡൊക്കെ നടത്തി. നമുക്കിവിടെ ഫുള്ള് സെറ്റപ്പ് ആക്കണം ഗൈസ്. നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്യാൻ പെട്ടെന്ന് തന്നെ, അതാണ് ഈ സാധ്യം വേണ്ട. എല്ലാം പെട്ടെന്ന് തന്നെ ഇത് സെറ്റാക്കണം. ഓക്കെ, ഇവിടെ നമുക്കൊരു അപ്ഗ്രേഡ് കൊടുക്കാം. ഇനി കുറേ പരിപാടി കിടപ്പുണ്ട് ഗൈസ്. എന്തായാലും ക്ലീൻ ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് വിഷയമൊന്നുമില്ല.
നമ്മൾ വേഗം തന്നെ അത് ചെയ്യുവാണ്, പെട്ടെന്ന് തന്നെ ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കണം. റെസ്റ്റോറൻറ്റ് വേണം. ഓക്കെ, ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം ഗീസ്. സ്കൈലൈൻ റോയൽ ഒക്കെ നിങ്ങൾ റെസ്റ്റോറൻറ്റ് ഒന്ന് അപ്ഗ്രേഡ് അടിക്കണം ഗീസ്. ഓക്കെ, അതും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഓരോന്ന് വെച്ച് അപ്ഗ്രേഡ് ചെയ്യാം, അതുകൊണ്ട് തന്നെ വിഷയമില്ല. ഓക്കെ, എന്താണ് ക്യാഷും കാറിലൊക്കെ ഇപ്പം കുറച്ച് വന്നിട്ടുണ്ട്, ഉള്ള നമുക്ക് എടുക്കാം ഇപ്പം. എന്നിട്ട് ഇവിടെയൊക്കെ ഫുള്ള് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ, പിന്നെ അങ്ങേ അറ്റം അപ്ഗ്രേഡ് ചെയ്യാൻ കിടപ്പുണ്ട്, കുറേ പരിപാടികൾ കിടപ്പുണ്ട് ഗീസ്. അതെല്ലാം ചെയ്യണം ഗീസ്, എല്ലാം ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ കിടപ്പുണ്ട്. ഓക്കെ, ഇതിനകത്തൊക്കെ ചെയ്യുക. അകത്തിനി ഒന്നും ഇല്ലെന്നോ, അകത്ത് അറിയില്ല ഗീസ്, നമുക്ക് നോക്കാം അകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ലയോ. നമുക്ക് എന്തായാലും നോക്കട്ടെ ഗീസ്. എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ മാക്സിമം ചെയ്യാം ഗീസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി അകത്ത് എന്ത് ഗീസ് വാള്. ഓക്കെ, അത് ഇടാൻ മറന്നുപോയി ഗീസ്. ഓ, ഇവിടെ നിന്നാണ് ഈ വഴി മനസ്സിലാകുന്നില്ല, അതാണ്. ഓക്കെ, അടുത്ത് നമുക്കിത് ചെയ്യാം. പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഓക്കെ, നേരെ പോയി പൈസ പോയി കളക്ട് ചെയ്യണം ഗീസ്, അതാണ്. ഇനി എന്തെങ്കിലും വിട്ടു പോവാന്നറിയില്ല, അതാണ് പ്രശ്നം. നമുക്ക് നോക്കിയിട്ട് എന്തായാലും ചെയ്യാം. ഓക്കെ ഗീസ്, നമ്മളെന്തായാലും അത്യാവശ്യം എല്ലാം കളക്ട് ചെയ്ത് ഇവിടെ എന്തായാലും കുറച്ച് അപ്ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. ചെയ്യേണ്ട അത്ര മാക്സിമം നമ്മൾ ചെയ്ത് ഗീസ്. എന്തായാലും ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട്, ഇവിടെ ചെയ്യണം. ഇനി കുറച്ച് പണിയുണ്ട് ഗീസ്, അതൊക്കെ ചെയ്യാം ഗീസ്. എന്തായാലും ഇവിടെ ലാമ്പും കാര്യങ്ങളും സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം നമുക്ക് സെറ്റാക്കണം. കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ട് പോകാം ഗീസ്. പൈസ ഇല്ല, അതാണ്. ഓക്കെ, പൈസ ഇല്ലായിരുന്നു, ഇപ്പം എല്ലാം ഏകദേശം കുഴപ്പമില്ല. നമുക്ക് എന്തായാലും കറക്റ്റ് ചെയ്ത കേസിൽ കൊണ്ടുപോവാം. ഓക്കെ, ചാർജർ അതിനും പൈസ കിട്ടുമെന്ന് തോന്നുന്നു ഗീസ്. എന്തായാലും കുറച്ച് പൈസയും കാലൊക്കെ ആവട്ടെ ഗീസ് ആദ്യം. എന്തായാലും പൈസ ആവാനുണ്ട്, അത്യാവശ്യം ഇനി കുറച്ച് ആവണം. ഓക്കെ, എന്തായാലും നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ഇവിടെ പൈസയും കാലൊക്കെ 2000 സംതിങ് ആയി. അപ്പോൾ ഉള്ളത് നമുക്ക് എന്തായാലും ഇവിടെ കൊടുത്തുനിന്ന് ഫുള്ള് സെറ്റപ്പ് ആക്കാം. ഓക്കെ, നമ്മൾ പെട്ടെന്നാണ് എയർപോർട്ട് അപ്ഗ്രേഡ് ചെയ്തത്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തേക്കാം ഗൈസ്. എന്തായാലും നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ മാക്സിമം എയർപോർട്ടും കാറിലൊക്കെ ചെയ്യും. എന്തായാലും പാർട്ട് 2 വീഡിയോ കാറിലൊക്കെയാണ് ഗൈസ്. എന്തായാലും പാർട്ട് 1 കാണാത്തൊരു പോയി കാണുക ഗൈസ്. എന്തായാലും നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ തീർക്കണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി അവിടെ നിന്ന് എന്തായാലും പൈസ കളക്ട് ചെയ്യണം ഗൈസ്. പൈസ കളക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. അങ്ങോട്ടാണ് ഗൈസ്. ഇനി ഇവിടെ എന്തോ ചെയ്യാൻ കിടപ്പുണ്ട് ഗൈസ്. പുറത്താണെന്ന്, പുറത്തെന്തോ ചെയ്യാൻ കിടപ്പുണ്ട്. സ്ട്രീറ്റ് ലൈറ്റാണ്, കുറേ പരിപാടികൾ കിടപ്പുണ്ട് ഗൈസ്, അതൊക്കെ ചെയ്യാം നമുക്ക്. ഓക്കെ, ഒരുവിധം നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടിയും കൂടിയുണ്ട് ഗൈസ്, അതൊക്കെ ചെയ്യാം. എന്തായാലും ഇവിടെയും കുറേ പരിപാടിയുണ്ട് ഗൈസ്. എന്തായാലും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം. എന്തായാലും ഇവിടുന്ന് നമുക്ക് എന്തായാലും നൈസിൽ എല്ലാം അങ്ങ് അപ്ഗ്രേഡ് ചെയ്ത് പയ്യെ പോവാം. ഓക്കെ, ഇവിടെ നല്ല പൈസ പൊട്ടുമല്ലോ. എന്തായാലും അപ്ഗ്രേഡ് ചെയ്യാം പെട്ടെന്ന് തന്നെ. ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് എനിക്കറിയാത്തത്. പെട്ടെന്ന് പോവാന്ന് തോന്നുന്നു ലഗേജൊക്കെ. ഓക്കെ, നമ്മളെന്തായാലും അത്യാവശ്യം ഇവിടെ എല്ലാം തീർക്കണം. എന്നിട്ട് അപ്പുറത്ത് പോകണം. ബാക്കി ചെയ്യണമെങ്കിൽ അപ്പുറത്ത് പോകണം, അതാണ്. പക്ഷെ എന്തായാലും നമുക്കിത് പകുതി എന്തായാലും ഇവിടെയുള്ള ഏകദേശമൊക്കെ തീർത്ത് അത് മതി. എന്തായാലും ഇവിടെയുള്ള ഏകദേശം തീർത്തു. ഇനി ഇവിടെ കുറച്ച് പണിയും കൂടിയുള്ളൂ ബാക്കി. ഇനി എന്തായാലും നമുക്ക് നൈസിൽ ATMലേക്ക് പോയിട്ട് ക്യാഷ് എടുക്കാം. എന്തായാലും ഒരു 5000 രൂപ ആട്ടെ. 5000 രൂപ ആവട്ടെ. ഇപ്പം 5000 ആവുമല്ലോ. 5083 സംതിങ് ഉണ്ട്. എന്തായാലും ഇതുകൊണ്ട് നൈസിൽ എന്തായാലും ഇവിടെ എന്തായാലും 500 രൂപയ്ക്ക് പ്ലാൻ ചെയ്യാം ഗീസ്. എന്തോ പ്ലാന്റും കാണലൊക്കെ വെക്കണം, അത് ചെയ്ത്. ഇവിടെ ഇനി ചെയ്യാനുള്ള കേസെന്ന് പറയാനായിട്ട് ഇത്ര കുറച്ച് കാര്യങ്ങളും കൂടി മാത്രമേ ഉള്ളൂ ചെയ്യാൻ. അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, നമുക്കിനി അടുത്ത ക്യാഷ് പോയി എടുക്കണം.
ഒന്ന് തീർന്ന് അടുത്ത ട്രിപ്പ് പോവാം നമുക്ക് എന്തായാലും. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ എങ്ങോട്ടാണ്? ഇനി അക്വേറിയം പണിയണം. ഇവിടെ ഏകദേശമൊക്കെ പണിഞ്ഞ് കഴിഞ്ഞെന്ന് തോന്നി ഗൈസ്, തീരാറായെന്ന് തോന്നുന്നു. അല്ല, അക്വേറിയം പണിഞ്ഞു. ഓക്കെ, ഇതൊക്കെ ഫുള്ള് സെറ്റപ്പാണ്. എന്തായാലും അക്വേറിയം പണിയുമെന്ന് പറഞ്ഞാൽ അത് പണിഞ്ഞ്. ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ കുറച്ച് പണിയും കൂടിയുണ്ട്, അതും കൂടി ഞാൻ ചെയ്യും ഗൈസ്. ഓക്കെ, ഏകദേശം എല്ലാം കഴിഞ്ഞെന്ന് തോന്നി ഗൈസ്. എന്തായാലും നമുക്ക് നൈസിലൂടെ ക്ലീൻ ചെയ്യാം. ഒരു ക്ലീനറിനെ വെക്കണം. അതിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് വലിയ പിടിയില്ല. ഡെസ്ക്, സെക്യൂരിറ്റി ലൈൻ. ഓ, ഇതെവിടെയൊക്കെ ചെയ്യണമെന്നൊരു പിടിയില്ല. എല്ലായിടത്തും അപ്ഗ്രേഡ് ചെയ്യാൻ കിടപ്പുണ്ട് ഗൈസ്. ഇതൊക്കെ പതുക്കെ എന്തായാലും ചെയ്യാം. ഇതെന്തായാലും ക്ലീനറിനെ വെച്ചത്, ക്ലീനർ എന്തായാലും ചെയ്യുന്നുണ്ട്, അത് വലിയ സീനില്ല. ഞാൻ ക്ലീനറൊക്കെ അത്യാവശ്യം എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും പുറത്തോട്ട് പോയിട്ട്, പുറത്താണ് ഇത്, എവിടെയാണ് ഗൈസ്? പുറത്താണെന്ന് തോന്നി ഗൈസ്. എന്തായാലും പുറത്തേക്ക് പോകാൻ നൈസിൽ. ഈ വഴി പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓക്കെ, ഈ വഴി പോകാൻ പറ്റുമോ? ഇല്ല, അത് ബാഡാണല്ലോ അവിടെ. ഈ വഴി പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ചെയറും കാര്യങ്ങളെല്ലാം ഒന്ന് നൈസിൽ മേടിച്ചിടാം. ബാമ്പു നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ഇവിടുത്തെ ചെയ്യണം. ഇവിടെ കുറച്ച് ക്യാഷും കൂടി വേണം, എന്നിട്ട് നമുക്ക് പുറത്ത് പോയി പണി ചെയ്യാം ഗൈസ് ബാക്കി. ഓക്കെ, 87% കാറിലൊക്കെ കംപ്ലീറ്റ് ആവാറായി പണിയും കാറിലൊക്കെ ഈ ഒരു എയർപോർട്ടിൽ. ഇനി പുറത്താണെങ്കിൽ നല്ല പണി കിടപ്പുണ്ട്. നല്ല കിടിലം പണിയാണ് ഈ പുറത്ത് കിടക്കുന്നത്. പുറത്ത് പാർക്കിങ്ങും കുറേ സെറ്റ് ചെയ്യണം, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം പുറത്തത്തെ പണി എന്തോരം ഉണ്ടെന്ന്. എന്തായാലും പുറത്ത് പോവാം. ഈ അകത്തെ പണി എനിക്കൊന്ന് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇല്ലേ, ഇനിയും കിടപ്പുണ്ട് കുറച്ച് പണിയും കാറിലൊക്കെ. ഇതെവിടെ? പുറത്താണെന്ന് തോന്നുന്നു. ഓക്കെ, പുറത്താണ്. എന്തായാലും ഉള്ള പണിയും കാറിലൊക്കെ നമുക്ക് പുറത്ത് പോയി ചെയ്യാം. ഇവിടുന്ന് ക്യാഷ് കളക്ട് ചെയ്യാം എന്തായാലും. ഓക്കെ, ഇനി പുറത്ത് പോയി ചെയ്യാം ഗൈസ് പണികളും കാറിലൊക്കെ. നല്ല രീതിക്ക് പണിയും കാറിലൊക്കെ ഉണ്ട്. ഓക്കെ, ചില്ലറ പണിയൊന്നുമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ നല്ല പണിയാണ്. ഓക്കെ, ഇവിടെ അകത്തുള്ള പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം പുറത്താണ് നല്ല പോലെ ഉള്ളത്. പാർക്കിങ്ങിൻ്റെ അവിടെ. ഓക്കെ, എനിക്കൊന്ന് പാർക്കിംഗ് സ്പേസിൻ്റെ അവിടെ എനിക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ എന്തായാലും പൈസ കിട്ടുമെന്ന് തോന്നുന്നു ചെയ്ത് കഴിഞ്ഞാൽ. നോക്കട്ടെ, വാലറ്റ് പാർക്കിംഗ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത്. എവരിവൺ കാർ പേ ഫോർ ഡ്രോപ്പ് ഓഫ് പാസഞ്ചേഴ്സ്. ഓക്കെ, എന്തായാലും പാസഞ്ചേഴ്സൊക്കെ ഇവിടെ കാർ പാർക്ക് ചെയ്യുമെന്നാണ് വൈസ് പറയുന്നത്. എനിക്കറിയില്ല, അത് നോക്കാം. ഇവിടെ എന്ത് വയസ്സാണ്? ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുത്തെ പണി കഴിഞ്ഞെന്ന് തോന്നി. ഇവിടുത്തെ പണി കഴിഞ്ഞു. ഓക്കെ, നമുക്കിനി നൈസിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു പണിയുണ്ട്, അതും കൂടി ചെയ്യാം. ഓക്കെ, ലാമ്പ് സെറ്റ് ചെയ്ത്, ക്രോസ് വാൾക്ക് സെറ്റ് ചെയ്ത്, ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത്. ഒന്നും കണ്ടില്ല ഗൈസ്. എന്തായാലും ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാനുള്ള സെറ്റ് ചെയ്ത്. എന്തായാലും ചെയ്യാനുള്ളതൊക്കെ നമുക്ക് വേഗം തന്നെ ചെയ്യാം. എന്നാലേ നമുക്ക് ഇനി പണി കുറേ കിടപ്പുണ്ട്. എയർപോർട്ടിൽ തന്നെ എന്തോരം പണി കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ബിൽഡ് ചെയ്തെടുത്ത പാട് നമുക്കറിയാം. ഓക്കെ, ഇനി അകത്ത് പണിയുണ്ടെന്ന് തോന്നുന്നു. അകത്ത് കുറച്ച് പണിയുണ്ട്. എന്തായാലും ഇവിടുത്തെ തീർക്കാം ഗൈസ് വേഗം. പെട്ടെന്ന് തന്നെ ഇവിടുത്തെ തീർക്കാം. ഓക്കെ, എന്തായാലും വേഗം തന്നെ പോവാം. എന്തായാലും ഇവിടുത്തെ എന്തായാലും ഇനി കുറച്ച് പണിയും കൂടിയുണ്ട്. എന്തായാലും നമുക്ക് പിന്നെ ചെയ്യാം ഗൈസ്. എന്തായാലും അവിടെ അങ്ങേറ്റം ഒരു പണിയും കൂടിയുണ്ട്, അതുകൂടി ചെയ്താൽ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഈ പുറയിലും പണി കിടപ്പുണ്ട് ഗൈസ്. ശരിക്കും പണി കിടപ്പുണ്ട്. എന്തായാലും നമ്മളെല്ലാം ചെയ്യും ഗൈസ്. എന്തായാലും ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്തായാലും അത്യാവശ്യം ചെയ്യും. ഇപ്പം എന്തായാലും 10,000 രൂപ കാറിലൊക്കെ ഉണ്ട്. അത് വെച്ച് നമുക്ക് പയ്യെ എല്ലാം ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ മേടിച്ചില്ല.
ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. ഓക്കെ, അത് ശോകമായി ഗൈസ്, ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. എന്തായാലും കറങ്ങി തന്നെ പോകേണ്ടി വരും. എന്തായാലും ഇപ്പോൾ നമുക്ക് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഉള്ള പൈസ മതി ഗൈസ്. എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ മൊത്തം അപ്ഗ്രേഡ് ആക്കും. എന്തായാലും നല്ല പണിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എന്തായാലും അതൊക്കെ സെറ്റ് ചെയ്ത് ഇനി എന്ത് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് ക്യാഷ് കളക്ട് ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ പിന്നെ ഇനിയും പണിയുണ്ട്. ഇതിന് പൈസ നല്ലപോലെ വേണ്ടത്. അതായതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് പൈസ വേണം, പെട്ടെന്ന് കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. എന്തായാലും ഇവിടുത്തെ പണിയൊക്കെ ഇപ്പോൾ തീർത്തു, ഏകദേശമൊക്കെ നമ്മൾ പണിയൊക്കെ തീർത്തു, അത് മതി. എന്തായാലും ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തേക്കാം. ഓക്കെ, ഇനി ഇവിടെ എന്തുവാടാ ഫൗണ്ടേഷൻ. ഓക്കെ, ദൂരത്ത് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെയൊക്കെ കുറേ പണി കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ആ ഫൗണ്ടേഷൻ്റെ പണിയും കൂടി തീർക്കാം. എന്തായാലും വീഡിയോ കാണലൊക്കെ ഇത്ര റിലീസ് ഇന്ന് ഇപ്പോൾ തന്നെ നമ്മൾ കുറേ പണി ചെയ്ത്. എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്ന ഗീസ് എല്ലാവർക്കും ബൈ ഗീസ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് പാർട്ട് 3 വീഡിയോ കാണലൊക്കെ വരും ഗീസ്. എന്തായാലും ഈ ഒരു വീഡിയോ കാണലൊക്കെ ഇത്ര റിലീസ്. അടുത്തൊരു വീഡിയോ കാണുന്ന ഗീസ് എല്ലാവർക്കും ബൈ.